ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്നൊരു അമ്പലം, അതായത് കുടുംബക്ഷേത്രം വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വേറെ എവിടേക്കല്ല, ചേട്ടൻ്റെ കുടുംബക്ഷേത്രമായ കുറ്റിപ്പുറം ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് ഈ അമ്പലം മാത്രമുള്ളൂ എന്ന്. കർക്കിടക മാസമല്ലേ, അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയാലേ പറ്റൂ. അപ്പോൾ ദേ കണ്ടില്ലേ, ഞാൻ ഇതൊരു പട്ടുപാവാട പോലെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഷാൾ ഉപയോഗിച്ചില്ല, കാരണം മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഒരു 7 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ ദേ കണ്ടില്ലേ, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിക്കും ചെയ്തു, എന്തിനാണ് ഈ കഷ്ടകാലത്ത് നേരത്തെ ഈ ഡ്രസ്സ് എടുത്തിട്ടത് എന്ന്. കാരണം മഴ പെയ്യുന്നുണ്ട്, കുട പിടിക്കണം, അതിൻ്റെ ഇടയിൽ പാവാട പിടിക്കണം, എന്തൊക്കെ പിടിക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് വേഗം പോകാൻ പറ്റി. കുറച്ച് ദൂരം ഉണ്ടല്ലോ, കുറ്റിപ്പുറത്തേക്ക് കുറച്ച് അത്യധികം ദൂരമുണ്ട്. പിന്നെ ഇവരുടെ കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആഴ്വാഞ്ചേരി, ആ ഒരു സ്ഥലത്താണ്. ആഴ്വാഞ്ചേരി മനയിലാണ് ഞങ്ങൾ ചെന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർഷാവർഷം പോവാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ മുടങ്ങി കിടക്കുന്ന കാരണമാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോയേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്കൊക്കെ കണ്ടില്ലേ, നല്ല മഴക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ചെയ്തു ഈ ശ്രാപ്പണി കാളിന്ന്. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോട് പാലാണ് കേട്ടോ. നമുക്ക് കുറ്റിപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് നേരെ എത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പാലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോഴിക്കോടൊക്കെ എത്തിപ്പറ്റാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രാഫിക് ഇല്ലാണ്ട് വേഗം തന്നെ നമുക്ക് കോഴിക്കോട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്നാണ് ഞങ്ങൾ വഴി ചോദിച്ചപ്പോൾ പറഞ്ഞത്. കാരണം ഞങ്ങൾ ഗൂഗിൾ അമ്മച്ചിയുടെ വാക്ക് കേട്ടിട്ടാണ് പോയത്. പക്ഷേ എന്താ ചെയ്യാം, പക്ഷേ ഗൂഗിൾ അമ്മച്ചി ഇടയിൽ വെച്ച് ഞങ്ങളൊക്കെ വാക്ക് മാറി തോന്നിയ വഴിക്കൊക്കെ കൊണ്ടുപോയി. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയിട്ട് ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ വേഗം വഴി പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾക്ക് വളാഞ്ചേരി വരെ കറക്റ്റ് വഴി അറിയാം. പിന്നെ ഇങ്ങോട്ട് എന്താ പറയുക, കൊല്ലത്തിൽ വരയ്ക്കുക 2 വർഷത്തിലൊക്കെ ഒരിക്കൽ വരുമ്പോൾ പിന്നെ വഴി കറക്റ്റായിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയില്ലല്ലോ. പിന്നെ നമ്മുടെ ഇത് കുറ്റിപ്പുറം പാലാണ് കേട്ടോ. അപ്പോൾ ഭാരതപ്പുഴയുടെ വഴി കൂട്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഭാരതപ്പുഴയിലൊക്കെ വെള്ളം ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അധികം വെള്ളമൊന്നും എനിക്ക് കിട്ടിയില്ല, കാണാൻ കിട്ടിയില്ല കേട്ടോ. അത് കാരണമാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് വെള്ളമൊക്കെ ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതേ മഴ വീണ കാരണം എനിക്ക് ഗ്ലാസ് തുറക്കാനും ഒന്നിനും പറ്റണമെന്നില്ല. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 196 പേരായി. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഇനിയും ഇതുപോലെ എന്നെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അധികം സഞ്ചാരത്തിൻ്റെ വീഡിയോ എടുത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അത് ഡിസ്റ്റർബൻസ് ആവും. കാരണം ഈ യാത്ര മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഡിസ്റ്റർബൻസ് ആവും. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പെട്ടു എന്ന് തന്നെ പറയാം. ഈ ടേണിങ് തിരിഞ്ഞതും ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആഴ്വാഞ്ചേരി മനയിലേക്കുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പ് എത്തി. എന്നാലും കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോകണം. ഒരു മനയാണ് കേട്ടോ. പേര് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പ്രശസ്തമായ നമ്പൂതിരിമാരുടെ മനയാണ്. അവിടുത്തെ പ്രധാന കിരാതമൂർത്തിയാണ് അവിടുത്തെ. പിന്നെ ഞാൻ എവിടെ ചെന്നാലും പച്ചപ്പും ഹരിതാപും എന്നെ വിട്ടു പോവില്ല. എന്താ ചെയ്യുക, പച്ചപ്പും ഹരിതാപും എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോസ്, ചേട്ടൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ക്ലാരിറ്റിയൊക്കെയാണ് ഈ വീഡിയോസിന് കാണുള്ളൂ കേട്ടോ. അതെ, എല്ലായിടത്തും ചെന്നാലും അതെ നല്ല രീതിയിൽ എനിക്ക് പിന്നെ പച്ചപ്പും ഹരിതാപും ഒപ്പം കിട്ടും. പിന്നെ ഈ മനയിലേക്ക് വണ്ടി, അതായത് ബസ്സൊക്കെ ചെന്ന് പെടുന്നൊരു ബസ് റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബസ്സിൽ വേണമെങ്കിൽ പോവാം. അവിടെ സ്റ്റോപ്പുണ്ട്, ബസ് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പുണ്ട്. പിന്നെ എന്താ കാണുന്നത്, ഭാരതപ്പുഴയാണ്. നമുക്ക് കാണില്ല കേട്ടോ, പെട്ടെന്ന് കാണില്ല. പിന്നെ എവിടെ ചെന്നാലും ഹരിതാവും പച്ചപ്പും എല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായൊരു കാര്യമാണ് കേട്ടോ. എവിടെ ചെന്നാലും ഇങ്ങനെ എന്താ പറയുക, പാടമൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റു ഫീലിങ്സാണ്. പണ്ടൊന്നും അത് കാണാൻ പറ്റാത്ത കാരണമായിരിക്കും ഇപ്പോഴും എനിക്കത് കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഓടിക്കളിക്കാനൊക്കെ തോന്നും. പക്ഷേ എന്ത് ചെയ്യാം, മഴ ആയ കാരണം വീണ്ടും വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായ കാരണം ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറ്റിപ്പുറം എത്തിയിട്ടുള്ള, കുറ്റിപ്പുറം എത്തിയിട്ട് കാര്യമില്ല, കുറ്റിപ്പുറത്ത് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ. അവസാനം ഈ ടേണിങ് തിരിഞ്ഞതും മനയിലേക്കുള്ള എൻട്രിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാം, മനക്കാരുടെ തന്നെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തി, ഫൈനലി ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ നേരെ ചെന്നിറങ്ങുന്നത് മനയിലേക്കുള്ള എൻട്രിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള, ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ നല്ല ആലൊക്കെ നിൽക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് ഈ വീടിൻ്റെ പ്രത്യേകത തോന്നിയത് ആനയുള്ള വീട്, വീടിൻ്റെ മതിലിന് ചുറ്റും ആന. നേരെ ചെന്ന് മുട്ടുന്നതാണ് ആഴ്വാഞ്ചേരി മന, അതായത് ചേട്ടൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളിത് നടയിലെത്തി, മനയിലേക്ക് എത്തിപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ചെന്ന് സ്ഥലങ്ങളൊക്കെ
എന്താ പറയുക പുരോഗമിച്ചു. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളായി. ആദ്യമൊക്കെ ചെല്ലുമ്പോൾ വെറും പറമ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെല്ലുമ്പോൾ അതേ കണ്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകൾ പുതിയത് പൊന്തി തുടങ്ങി. പിന്നെ ഇവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെടികളൊക്കെ നന്നായി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴാൻ വേണ്ടി അമ്പലത്തിൽ കയറി മക്കളെ ഇറക്കി. മഴയ കാരണം കുടയൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഞാനും കുടയൊക്കെ പിടിച്ച് ഞാനൊക്കെ ഇറങ്ങി. അങ്ങനെ കുടയുണ്ട്, ഹാൻഡ് ബാഗ് ഉണ്ട്, എല്ലാം കൂടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്ക് ചെല്ലാണ്. ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ അവിടുത്തെ ഒരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, നല്ല വഴുക്കലുണ്ട്, സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ തല പൊളിക്കും നിന്ന്. പിന്നെ നമുക്ക് അടുത്ത് തന്നെ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിൽ നമുക്ക് അവിടെ പോയി ബാത്റൂമിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ പോവാം. അങ്ങനെ ഞങ്ങൾ മനയുടെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്ത് രസമായിട്ടാണ് ചെടികളൊക്കെ, അതായത് ചോന്ന ചെമ്പരത്തി ചെത്തി നിൽക്കണ കാണാൻ തന്നെ എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പം ഞാനും മോളും കുറച്ച് നേരം എൻജോയ് ചെയ്ത് നിന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു കേട്ടോ. അമ്പലത്തിലാണ്, പക്ഷേ എന്താ ചെയ്യുക, ഒരു കുടുംബക്ഷേത്രമാണല്ലോ. അപ്പം പിന്നെ പ്രകൃതി കണ്ടാൽ നമ്മൾ വിടാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്ത് നിന്നു കേട്ടോ. ഇതാണ് ആഴ്വാഞ്ചേരി മന. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ എന്നൊക്കെ പറയുന്ന പോലെ ആഴ്വാഞ്ചേരി മനയാണ്. അപ്പം മനയുടെ ഉള്ളിലേക്ക് നമുക്ക് തമ്പുരാന്മാരെ കാണാൻ വേണമെങ്കിൽ കയറാം. ഞങ്ങളങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ട് തമ്പുരാട്ടിനെയും തമ്പുരാട്ടിനെയും കാണാൻ കയറാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു വട്ടം ചെന്നപ്പം തമ്പുരാനും തമ്പുരാട്ടിക്കൊക്കെ മറ്റേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് കുറേ തമിഴന്മാരൊക്കെ, അതായത് പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പലരുടെയും കുടുംബദൈവം ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വട്ടം ചെന്നപ്പോൾ കുറേ ഫ്രൂട്ട്സ് തട്ടൊക്കെ വെച്ചിട്ട് കുറേ കണ്ടു. ഞങ്ങളങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാറില്ല. ഞങ്ങളങ്ങനെ കാണാൻ ചെല്ലുകയാണെങ്കിൽ തന്നെ കാശാണ് മെയിൻലി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി എത്രത്തോളം എടുത്ത് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഈ വീഡിയോയിലൂടെ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടൂ. ഞാൻ വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളോട്. അങ്ങനെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് മനയുടെ ചുറ്റുമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അധികം നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊന്നും പോയില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ ചിലപ്പോൾ തല തല്ലി വീഴും. അതുകൊണ്ട് പേടിച്ചിട്ട് കുറച്ച് നേരം അവിടെ അടങ്ങി ഒതുങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുള്ള വെട്ടുകല്ല് പണിത വീടാണ്. അത് കഴിഞ്ഞ് മനയുടെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് അടുത്ത പ്രതിഷ്ഠ, അതായത് ബ്രഹ്മരക്ഷസും അയ്യപ്പനും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മനയുടെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ചെമ്പരത്തി വംശനാശം, നമ്മുടെ നാട്ടിലൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെമ്പരത്തി, കാട്ടു ചെമ്പരത്തി എന്നൊക്കെ പറഞ്ഞ പോലെ ചുവന്ന ചെമ്പരത്തി നന്നായി കട്ട കുത്തി ഇവിടെ നിൽക്കുന്നു. മഴയുള്ള കാരണം വീടുകളിലൊന്നും അധികം ആരെയും കാണുന്നില്ല കേട്ടോ. നല്ല കണ്ടേ, നല്ല എന്താ പറയുക, സൂപ്പർ വഴിയാണ് കേട്ടോ. നല്ല വഴിയാണ്. നമ്മുടെ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഏട്ടനാഴി. ഈ കവാടം കടന്ന് ചെല്ലുന്നത് നമ്മുടെ അടുത്ത 2 പ്രതിഷ്ഠയിലേക്കാണ് കേട്ടോ. നമ്മുടെ ബ്രഹ്മരക്ഷസും പിന്നെ കൃഷ്ണനും ആണെന്ന് തോന്നുന്നു. ബ്രഹ്മരക്ഷസും അയ്യപ്പനും പിന്നെ നാഗങ്ങളുടെയും പ്രതിഷ്ഠയിലേക്കാണ് നമ്മൾ ഈ ഇടനാഴി കഴിഞ്ഞ് ചെല്ലുന്നത്. അപ്പോൾ ഇവിടേക്കൊന്നും ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ കാൽനടയായിട്ട് തന്നെ പോകണം. അപ്പം മക്കൾക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ ഇങ്ങനെയൊന്നും ചെരുപ്പ് ഉപയോഗിക്കാതെ എവിടേക്കും നടക്കണവരല്ല. അപ്പോൾ പിന്നെ ഇതിൽ കാല് കുത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, കാലുമ മുള്ളു കുത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ കുറച്ച് പേര് കുളിക്കുന്ന കാരണം ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ. പിന്നെ പാടത്തിൻ്റെ നടുവിലാണ് കുളവും അമ്പലമൊക്കെ, നല്ല വൈബുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് മെയിൻ റോഡിൽ കൂടെയും വരാം കേട്ടോ. അതാണ് മെയിൻ റോഡിലേക്കുള്ള വഴിയിൽ കാണിക്കുന്നതാണ് ഇത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ചേട്ടനും മോളും ആദ്യം പോവാണ്. അത് കഴിഞ്ഞ് ഞാനും മോളും പിന്നിൽ നടക്കുകയാണ് കേട്ടോ. കാരണം വീഡിയോ എടുക്കുന്ന കാരണമാണ് ഞാൻ ബാക്കിലേക്ക് ആയത്. പിന്നെ നമ്മൾ കണ്ടില്ലേ നടപ്പാതയൊക്കെ ചെങ്കല്ല് വെട്ടുകല്ലിൻ്റെ പാതയാണ് കേട്ടോ. വെട്ടുകല്ലിൻ്റെ പാതയാണ്. വേറെ പ്രത്യേകിച്ച് പുരോഗമനമൊന്നും വന്നിട്ടില്ല ഇവിടെ. അതേപോലെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട്, ഇതെന്തിങ്ങനെ കാടും മടലൊക്കെ ഇവർക്കതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൂടെ. ചേട്ടൻ പറയുന്നുണ്ട് മഴക്കാലമായ കാരണമായിരിക്കും അവർക്ക് എന്താ പറയുക വെട്ടാനൊന്നും പറ്റാത്തത്. അവർ വേനൽക്കാല സമയമൊക്കെ ആകുമ്പോൾ അവരത് വെട്ടി വൃത്തിയാക്കിയുണ്ടാവും. അങ്ങനെ ചേട്ടൻ പിള്ളേരോട് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. പിള്ളേരാണെങ്കിൽ നടക്കാൻ മടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ വല്ല പാമ്പെങ്ങാനും ഉണ്ടോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ചേട്ടനും കൂടി നടന്നു. ഞങ്ങൾ നടക്കണപ്പോൾ അവർക്കും തോന്നിയോ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചപ്പോൾ അവരും പിന്നാലെ പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ കാട്ടുചേമ്പൊക്കെയാണ് കേട്ടോ. നമ്മുടെ അവിടെ നമ്മൾ ഭംഗിച്ചെടി എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നതാണ്. അങ്ങനെ ഈ സൈഡിൽ കാണുന്നതാണ് കുളം കേട്ടോ, അമ്പലക്കുളം. പക്ഷെ അവിടെ പ്രത്യേകിച്ച് യൂസൊന്നും ഇല്ലാത്ത കാരണം ആകെ കാട് പിടിച്ച് എന്താ പറയുക, കാട് പിടിച്ച് മൊന്തൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ വീണത് മാത്രമായിട്ട് അറിയുള്ളൂ കേട്ടോ. എന്നത് അമ്പലം ഇതാണ്. അപ്പോൾ പിന്നെ കർക്കിടക മാസം ആയാലും മുക്കുറ്റമൊക്കെ നല്ല രീതിയിൽ പൂത്ത് നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ പച്ചപ്പൂവല്ലേ. ഇന്ന് ഈ വഴി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞ് മോള് ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് വേറെ ഒന്നുമല്ല, കാലുമ മുള്ളുകുത്തിന്ന് വേണ്ടിയാണ് അവൾ ഇങ്ങനെ കിടന്ന് ഞെരുവിരി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് അങ്ങനെ ചെരുപ്പിടാണ്ട് നടക്കുന്ന സ്വഭാവമില്ല.
അത് കഴിഞ്ഞത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഇത്. അത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോന്നു. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പ്രസാദവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് പ്രസാദം മേടിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ 19 കിഡ്സിൻ്റെ നെക്സ്റ്റ് ഐറ്റം, അതായത് നമ്മുടെ മഷിത്തണ്ട് ചെടി കണ്ടത് കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. നിങ്ങൾ ആരൊക്കെ ഈ മഷിത്തണ്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ സ്ലൈറ്റൊക്കെ മാറ്റാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾ കാറിൽ കയറി. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാടാമ്പുഴ അമ്പലത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറ്റിപ്പുറന്ന് തൊട്ടടുത്താണ് കാടാമ്പുഴ എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു കാടാമ്പുഴയിൽ പോയിട്ട് പോവാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാടാമ്പുഴയ്ക്ക് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ കാടാമ്പുഴ എത്താറാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഏകദേശം മഴ കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടി. വീണ്ടും ഞങ്ങളിങ്ങനെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യാത്ര നല്ല രീതിയിൽ എല്ലായിടത്തും നോക്കുമ്പോഴും മരവും പച്ചപ്പും മാത്രം കാണാനുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കാടാമ്പുഴ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാടാമ്പുഴ എത്തി. ഫൈനലി ഞങ്ങൾ കാടാമ്പുഴ എത്തി. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി പറയുന്നതാണ്. ഓക്കെ, ബായ്.